മെൻ്റൽമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡോളസെൻറ്റ് സൈക്കോളജി, അതായത് കേറ്റഡ് കാറ്റഗറി 3യിലെ അഡോളസെൻറ്റ് സൈക്കോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു നല്ല മോക്ക് ടെസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു പാർട്ട് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് സ്കിപ്പൊന്നും ചെയ്യാതെ ഈ മോക്ക് ടെസ്റ്റ് മുഴുവനും നിങ്ങൾ കൂടണം. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ടെസ്റ്റ് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ മാർക്ക് കമൻറ്റായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത്, നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോയാലോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? അഡോളസൻസ് പീരിയഡ് ജനറലി റെഫേഴ്സ് ടു ദ ഏജ് ഗ്രൂപ്പ്. ഓപ്ഷൻ എ 6 to 10 years, ഓപ്ഷൻ ബി 10 to 19 years, ഓപ്ഷൻ സി 3 to 6 years, ഓപ്ഷൻ ഡി 20 to 25 years. ഏതാണ് കറക്റ്റ് ആൻസർ? പിടികെട്ട് കാണുമല്ലോ ഏതാ കറക്റ്റ് ആൻസർ എന്ന്. അതായത് WHO കണക്ക് പ്രകാരമുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം, 10 to 19 years. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻസ്. അഡോളസെൻസ് പീരീഡിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ നോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നവയിൽ അഡോളസെൻസ് പീരീഡിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏതാണ് കറക്റ്റ് ഉത്തരമെന്ന് നിങ്ങൾ നോക്കിക്കേ. ഓപ്ഷൻ എ റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്, ഓപ്ഷൻ ബി ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഓപ്ഷൻ സി കംപ്ലീറ്റ് മച്യൂരിറ്റി, ഓപ്ഷൻ ഡി ഐഡൻറ്റിറ്റി സെർച്ച്. ഇതിലേതാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? ാണ് ആൻസർ സി ആണ്, കംപ്ലീറ്റ് മച്യൂരിറ്റി ആണ്. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. കാരണം ഈ അഡോളസൻസ് പീരീഡിൽ റാപ്പിഡായിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക് അല്ലേ. ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി, ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി സെർച്ച്, ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുവാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. മച്യൂരിറ്റിയുടെ ഒരു ബിഗിനിങ് ആണ്, എന്നാൽ തന്നെ അത് കംപ്ലീറ്റ് മച്യൂരിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആൻസർ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ സ്റ്റേജ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഒരു സ്റ്റോമിൻ്റെയും സ്ട്രെസ്സിൻ്റെയും പീരീഡ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ എ ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ ബി അഡോളസൻസ്, ഓപ്ഷൻ സി ഓൾഡ് ഏജ്, ഓപ്ഷൻ ഡി ഇൻഫൻസി. ഇതിലേതാണ് കറക്റ്റ് ഉത്തരം? ഒന്ന് നോക്കിക്കേ. പലർക്കും വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടിക്കാണും അല്ലേ. കാരണം നമ്മളിപ്പം 2-3 പ്രാവശ്യമായിട്ട് അത് ആവർത്തിച്ച് പറയുന്നതാണ്. സ്റ്റോമിൻ്റെ സ്ട്രെസ്സിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? അഡോളസൻസ് പീരീഡാണ്. അഡോളസൻസിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് സ്റ്റോം ആൻഡ് സ്ട്രെസ്സിൻ്റെ പീരീഡാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളാരാണ്? സ്റ്റാൻലി ഹാളാണ്. അതെ, അതുകൂടി ഓർത്തിരുന്നോണേ. നമുക്ക് നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. വിച്ച് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ടു സ്റ്റഡി അഡോളസൻസ് ബിഹേവിയർ ഇൻ സ്കൂൾ. അപ്പോൾ ഏത് മെത്തേഡാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് മെത്തേഡാണ് സ്കൂളിലെ അഡോളസൻസിൻ്റെ ആ ഒരു ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി ഇൻ്റർവ്യൂ, ഓപ്ഷൻ സി ക്വസ്റ്റ്നെയർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഏതാണ് കറക്റ്റ് ഉത്തരം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ഉത്തരം ഏതാണ്? ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. ഇത് എല്ലാം നമ്മൾ എന്താണ് അഡോളസൻസിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും യോജിച്ച മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെത്തേഡുകളെല്ലാം തന്നിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് സ്റ്റഡി മെത്തേഡാണ് ഏറ്റവും യോജിച്ച മെത്തേഡ്. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അഡോളസൻസ് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? കേസ് സ്റ്റഡിയാണ്. അതുകൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ക്വസ്റ്റിലേക്ക് പോയാലോ? പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ഓപ്ഷൻ എ റാൻഡം, ഓപ്ഷൻ ബി കണ്ടിന്യൂസ്, ഓപ്ഷൻ സി സഡൻ, ഓപ്ഷൻ ഡി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ തത്വം അനുസരിച്ചിട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്താണ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നവയിൽ ഡെവലപ്മെൻറ്റ് റാൻഡം ആണോ, ക്രമമല്ലാത്തത്? അതുപോലെ തന്നെ കണ്ടിന്യൂസ് നിരന്തരമായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി പെട്ടെന്നുണ്ടാവുന്നതാണ്, സഡൻ ആയിട്ടുള്ളതാണ്. പിന്നെ ഓപ്ഷൻ ഡി അൺപ്രഡിക്റ്റബിൾ, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഓപ്ഷൻ ഡി അൺപ്രഡിക്റ്റബിൾ, അതായത് മുൻകൂട്ടി പറയാൻ പറ്റാത്തതാണ്. ഏതാണ്
കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. കണ്ടിന്യൂസ് ആണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അതുകൊണ്ട് ആ ഒരു പാർട്ട് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ ഒരു പ്രായപൂർത്തിയാവുന്നതോളം വരെയുള്ള മാറ്റങ്ങളുടെയും വളർച്ചയുടെയും ഒക്കെയുള്ള വിവിധ ഘട്ടങ്ങളാണ്. അതായത് തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ്. ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരമായിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണിത്. അതായത് ഒരാളുടെ ജനനം മുതൽ നടക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച ഉടനെ അവൻ കിടന്നു കഴിയുമ്പോൾ നേരെ കിടക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ശേഷം അവൻ എന്ത് ചെയ്യാണ്? പതുക്കെ കമന്നു മറിയുന്നു, അതുപോലെ തന്നെ മുട്ടിലഴയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു, അത് കഴിഞ്ഞ് നടക്കുന്നു. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾ മറക്കാതെ ഓർത്ത് വയ്ക്കുക, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെയും മാറ്റങ്ങളുടെയും ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലുള്ള മാറ്റങ്ങളും വളർച്ചകളും മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? ദ ഇൻഫ്ലുവൻസ് ഓഫ് ജനറ്റിക് ഫാക്ടേഴ്സ് ഓൺ ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ്. അതായത് വളർച്ചയിൽ, അതായത് ഡെവലപ്മെൻറ്റിൽ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ എന്താണ് വിളിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ എന്ത് രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ ബി ഹെറിഡിറ്റി, ഓപ്ഷൻ സി ലേണിംഗ്, ഓപ്ഷൻ ഡി കൾച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം അല്ലേ? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഓപ്ഷൻ ഏതാണ്? ചിന്തിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ്, ഹെറിഡിറ്റി ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 7. സ്കൂൾ, ഫാമിലി ആൻഡ് സൊസൈറ്റി ആർ ദ എക്സാമ്പിൾ ഓഫ്. സ്കൂളും ഫാമിലി സൊസൈറ്റിയൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ് താഴെ തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ എ ഹെറിഡിറ്റി, ഓപ്ഷൻ ബി എൻവയോൺമെൻറ്റ്, ഓപ്ഷൻ സി ജെനറ്റിക്സ്, ഓപ്ഷൻ ഡി ബയോളജി. ഇതിലേതാണ് കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത് സ്കൂള്, ഫാമിലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുകളാണ് അല്ലേ? ഒരു കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്ന എൻവയോൺമെൻറ്റലായിട്ടുള്ള ഫാക്ടേഴ്സാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഡെവലപ്മെൻറ്റ് ഓഫ് തിങ്കിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഈസ് കോൾഡ്. അതുപോലെ തന്നെ തിങ്കിങ്ങിലും റീസണിങ്ങിലും പ്രോബ്ലം സോൾവിങ്ങിലും ഒക്കെ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റിനെ എന്താണ് വിളിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ഉത്തരം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഐഡിയ ത്രൂ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു. അതായത് റൈറ്റിങ്ങിലൂടെയും സ്പീച്ചിലൂടെയും ഒക്കെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിലേതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമുക്കറിയാമല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എ സ്ട്രോങ് നീഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഡ്യൂറിങ് അഡോളസൻസ് ഷോസ്. അതായത് അഡോളസൻസ് പീരീഡിൽ ഫ്രണ്ട്ഷിപ്പിനും ബിലോങ്ങിങ്നെസ്സിനും വേണ്ടിയിട്ടൊക്കെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തെ, ആവശ്യത്തെ, നീഡിനെ എന്തെന്നാണ് സൂചിപ്പിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ എന്തെന്നാണ് സൂചിപ്പിക്കുന്നത്? എ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ബി സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഡി ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇതിലേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലേ? നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നീഡിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് സോഷ്യലായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് അത് സോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇൻ അഡോളസൻസ് മീൻസ്. അഡോളസൻസിലെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഫിസിക്കൽ ഇൽനെസ്, ഓപ്ഷൻ ബി കൺഫ്യൂഷൻ അബൌട്ട് സെൽഫ് ഐഡൻറ്റിറ്റി, ഓപ്ഷൻ സി ലേണിംഗ് ഡിസബിലിറ്റി, ഓപ്ഷൻ ഡി മെമ്മറി ലോസ്. ഇതിലേതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്, എന്താണ്, എൻ്റെ റോൾ എന്താണെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരുന്നത് ഏതാണ്? ഒരു ക്ലൂ ഞാനിവിടെ തന്നു കഴിഞ്ഞു. അപ്പോൾ ഉത്തരം ഏതാണ്? നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും അല്ലേ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, കൺഫ്യൂഷൻ അബൌട്ട് സെൽഫ് ഐഡൻറ്റിറ്റി അല്ലേ? സെൽഫ് ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. വെൻ എ സ്റ്റുഡൻറ്റ് പെർഫോംസ് ബിലോ ഹിസ് ഓർ ഹെയർ എബിലിറ്റി ഈസ് കോൾഡ്. ഏതാണ്? ഒരു കുട്ടിക്ക് ഉള്ള കഴിവിനേക്കാൾ താഴ്ന്ന ലെവലിൽ പെർഫോം ചെയ്യുന്നതിനെ എന്തെന്നാണ് പറയുന്നത്?
ഓപ്ഷൻ എ ഓവർ അച്ചീവ്മെൻറ്റ്, ഓപ്ഷൻ ബി അണ്ടർ അച്ചീവ്മെൻറ്റ്, ഓപ്ഷൻ സി മിസ്ബിഹേവിയർ, ഓപ്ഷൻ ഡി ഡെലിക്കൻസി. ഏതാണ് കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, അണ്ടർ അച്ചീവ്മെൻ്റ് ആണ്. അതായത് ഒരു കുട്ടിക്ക് നല്ല കഴിവുണ്ട്, പഠിക്കാനൊക്കെ ഒരു കഴിവുണ്ട്, പക്ഷേ അവൻ്റെ കഴിവിനൊത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഫാമിലി പ്രോബ്ലമോ അധികമായിട്ട് അവനെ ഹർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ ആ പഠനത്തിൻ്റെ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് അവന് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു പഠനക്രമത്തിൽ പഠിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അതിനൊക്കെ കാരണമായിട്ട് വന്നേക്കാം. അപ്പോൾ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ബിലോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, ബിലോ ആ രീതിയിൽ ബിലോ ഹിസ് എബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർത്തോണം അണ്ടർ അച്ചീവ്മെൻറ്റ്. ബിലോ എന്ന് പറയുമ്പോൾ അണ്ടർ എന്നുള്ള ഒരു വീടുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇതിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് ഓൺ ബിഹേവിയർ ഡ്യൂറിങ് അഡോളസൻസ് ഈസ് കോൾഡ്. അതായത് അഡോളസൻസ് കാലഘട്ടത്തിൽ അവരുടെ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരെന്താണ്, എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ സോഷ്യൽ കൺട്രോൾ, ഓപ്ഷൻ ബി പിയർ പ്രഷർ, ഓപ്ഷൻ സി കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ഓപ്ഷൻ ഡി പാരൻ്റൽ പ്രഷർ. ഏതാണ് ഉത്തരം? യെസ്, നിങ്ങൾക്കറിയാം അല്ലേ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, പിയർ പ്രഷറാണ് അല്ലേ. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിയർ പ്രഷറാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ്, കുട്ടികൾക്കുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് ആൽക്കഹോൾ, ഡ്രഗ്സ് ഓർ ടുബാക്കോ എമംഗ് അഡോളസൻസ് ഈസ് കോൾഡ്. അഡോളസൻസ് ഇടയിലെ ഡ്രഗ്സിൻ്റെയും അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെയും ടുബാക്കോയുടെയും ഒക്കെ ഉപയോഗത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡെലിക്കൻസി, ഓപ്ഷൻ ബി സബ്സ്റ്റൻസ് അബ്യൂസ്, ഓപ്ഷൻ സി അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി ആൻസൈറ്റി. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓരോന്ന് നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു പാർട്ടിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണണം കേട്ടോ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് അല്ലേ. കുറച്ചൊക്കെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജുവനൈൽ ക്രൈം എമംഗ് ദ അഡോളസൻസ് ഈസ് നോൺ ആസ്. അഡോളസൻസിൻ്റെ ഇടയിലെ ജുവനൈൽ ക്രൈമിനെ പറയുന്ന പേരെന്താണ്, എന്തെന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡെലിക്വൻസി, ഓപ്ഷൻ ബി പിയർ പ്രഷർ, ഓപ്ഷൻ സി ആൻസൈറ്റി, ഓപ്ഷൻ ഡി സ്ട്രെസ്. ഏതാണ് കറക്റ്റ് ഉത്തരം? കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡെലിക്വൻസി ആണ്. ഇത് നമ്മൾ പഠിച്ചാണല്ലേ. അപ്പം നിങ്ങൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോയി കാണണേ. ക്വസ്റ്റിലേക്ക് പോയാലോ മക്കളെ. ദ പ്രോസസ് ബൈ വിച്ച് പേഴ്സൺ അഡാപ്റ്റ് ടു സിറ്റുവേഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ എ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി മോട്ടിവേഷൻ, ഓപ്ഷൻ സി റീഇൻഫോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ഡി ലേണിംഗ്. സിറ്റുവേഷനിലേക്ക് ആ ഒരു പേഴ്സൺ അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പം സമൂഹം, സ്കൂള്, ജോലി അങ്ങനെയുള്ള പല സിറ്റുവേഷനിൽ ചെന്നെത്തുമ്പോൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവൻ പൊരുത്തപ്പെട്ടു പോകാൻ എടുക്കുന്ന ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കുട്ടി സ്കൂളിൽ ചേരുന്നു, അവിടെ പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ, പുതിയ നിയമങ്ങൾ, അങ്ങനെയൊക്കെ അവന് ചുറ്റുപാടുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ അവൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഒരു ചുറ്റുപാടുമായിട്ട് അവൻ മാനസികമായിട്ടും പെരുമാറ്റപരമായിട്ടും അത് പൊരുത്തപ്പെട്ടു പോകുന്നൊരു കാര്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, അഡോളസൻസ് റീച്ച് ഇസ് എ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഡെവലപ്മെൻറ്റ് തിയറീസ് പഠിച്ചപ്പോൾ നമ്മൾ ജീൻ പിയാഷെയുടെ ഡെവലപ്മെൻറ്റ് തിയറി പഠിച്ചതാണല്ലേ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം അഡോളസൻസ് പീരീഡ് വരുന്നത് ഈ താഴെ പറയുന്ന ഏതൊരു ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? അപ്പോൾ ഉത്തരം ഏതാണ് ഇതിൽ? ഓപ്ഷൻ ഡി ആണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അഡോളസൻസ് പീരീഡ് വരുന്നത് ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് തിയറിയിൽ 8ാമത്തെ സ്റ്റേജാണ്, ഈ 4ാമത്തെ സ്റ്റേജാണ്, അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻ എ അബ്സ്ട്രാക്ട് തിങ്കിങ്, ഓപ്ഷൻ ബി റിഫ്ലെക്സ് ആക്ഷൻ, ഓപ്ഷൻ സി ഇമിറ്റേഷൻസ്, ഓപ്ഷൻ ഡി സിമ്പിൾ മെമ്മറി. ഏതാണ് കറക്റ്റ് ഉത്തരം? ഓപ്പറേഷൻ സ്റ്റേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഇവയിൽ ഏതാണ്? ഈ ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, അബ്സ്ട്രാക്ട് തിങ്കിങ്. അബ്സ്ട്രാക്ട് തിങ്കിങ് ആരംഭിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
കോൺസെപ്റ്റ്, ഫ്യൂച്ചർ പോസിബിലിറ്റീസ്, അങ്ങനെയുള്ള കാണാനും കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ ഉദാഹരണ സഹിതം ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഡിസ്കവറി ലേണിംഗ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ. ഡിസ്കവറി ലേണിംഗ് ആരുടെ ഐഡിയ ആണ്? ഇത് ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന്. ഓപ്ഷൻ എ ഫ്രൂഡ്, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി എറിക്സൺ, ഓപ്ഷൻ ഡി പിയാഷെ. അപ്പോൾ നിങ്ങൾ ഡെവലപ്മെൻറ്റ് തിയറിയുടെ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് പ്രത്യേകം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ഡെവലപ്മെൻറ്റ് തിയറീസും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ് ഇവിടെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്രൂണറാണ്. ജെറോമസ് ബ്രൂണറിൻ്റെ ഐഡിയ ആണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. കുട്ടികൾ തന്നെ എന്ത് ചെയ്യുകയാണ്, തങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഉത്തരം സ്വയം കണ്ടെത്തുന്നതിനെയാണ് ഈ ഡിസ്കവറി ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. ിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ഫ്രൂഡ്, അഡോളസൻസ് കറസ്പോണ്ടഡ് ടു ദ എ ഓറൽ സ്റ്റേജ്, ഓപ്ഷൻ ബി അനൽ സ്റ്റേജ്, ഓപ്ഷൻ സി ലാറ്റൻസി സ്റ്റേജ്, ഓപ്ഷൻ ഡി ജെനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഫ്രൂഡിൻ്റെ ആ ഒരു തിയറി അനുസരിച്ചിട്ട് അഡോളസൻസ് വരുന്ന ഒരു സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജെനീഷ്യൽ സ്റ്റേജ് ആണ് അല്ലേ. അപ്പം നമ്മുടെ സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോസെക്സ്വൽ തിയറി അനുസരിച്ചിട്ട് 5 സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്, ജെനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഈ ഒരു അഡോളസൻസ് പീരീഡ് വരുന്ന ഒരു കാലഘട്ടം ഏതാണ്? ജെനീഷ്യൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 0 to 1 year ആണ് കുട്ടിയുടെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവൻ വായ കൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും വായ കൊണ്ട് കടിക്കുക, എന്തെങ്കിലും കൊണ്ടുവന്ന് നക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്യുന്നത് അല്ലേ. അത് 0 to 1 year വരെയാണ്. പിന്നെ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അനൽ സ്റ്റേജ് ആണ്. അത് 1 തൊട്ട് 3 years വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി നിയന്ത്രണങ്ങൾ എന്തൊക്കെ ചെയ്യണം, ചെയ്തുകൂടാ, തീയിൽ കൈതൊട്ടാൽ പൊള്ളും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം പഠിക്കുകയും ശുചിത്വത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും എന്തെങ്കിലും ഇത് ചെയ്ത കൈ വാഷ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഫുഡിന് മുമ്പ് കൈ വാഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അടുത്തത് ഫാലിക് സ്റ്റേജാണ്. 3 to 6 years ആണ് ഈ ഒരു കാലഘട്ടം. പെൺകുട്ടികൾക്ക് അച്ഛനോടും ആൺകുട്ടികൾക്ക് അമ്മയോടുമൊക്കെയുള്ള വളരെ ഒരു അടുത്ത സ്നേഹമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് ഈ ഒരു കാലഘട്ടത്തെ ഈഡിപ്പസ് ഇലക്ട്ര കാലഘട്ടം എന്നും കൂടെ പറയാറുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലാറ്റൻസി സ്റ്റേജ്. ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുമ്പോൾ 6 തൊട്ട് 11 years വരെയുള്ള കാലഘട്ടമാണ്. ഇയേഴ്സ് കഴിഞ്ഞ് അതിലേക്ക് മുകളിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ അഡോളസൻസിൻ്റെ പീരീഡ്, അതായത് ജെനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. എത്തുമ്പോഴാണ് കുട്ടിക്ക് ശാരീരികവും മാനസികവും വൈകാരികമായിട്ടുള്ള പല മാറ്റങ്ങളും, ഇമോഷണലി ആയിട്ടാണെങ്കിലും സെക്സ്വലായിട്ടാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ വരുന്നൊരു കാലഘട്ടം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, അഡോളസൻസ് ഫേസ് ദ ക്രൈസിസ് ഓഫ്. എറിക് എറിക്സൻ്റെ തിയറി അനുസരിച്ചിട്ട് അഡോളസൻസ് ഏത് ക്രൈസിസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്നത്? ട്രസ്റ്റ് വിഎസ് മിസ്ട്രസ്റ്റ്, ഓപ്ഷൻ ബി ഐഡൻറ്റിറ്റി വിഎസ് റോൾ ഓഫ് കൺഫ്യൂഷൻ, സി ഇനീഷ്യേറ്റീവ് വിഎസ് ഗിൽറ്റ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രി വിഎസ് ഇൻഫീരിയോറിറ്റി. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് വരുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ഐഡൻറ്റിറ്റി വിഎസ് റോൾ ഓഫ് കൺഫ്യൂഷൻ. നമ്മൾ പലപ്പോഴും നമ്മളത് പഠിച്ച് നമുക്ക് ബൈ ഹാർട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അഡോളസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ട്രാൻസിഷണൽ പീരീഡാണ്. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്കുള്ള മാറ്റമാണ്. അപ്പോൾ ഞാൻ ചൈൽഡാണോ അഡൽട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഞാൻ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നൊരു കാലഘട്ടമാണ്. ക്വസ്റ്റ്യൻ, കോൾബാക്സ് തിയറി ഡീൽസ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ്. ഓപ്ഷൻ എ ഇൻ്റലിജൻസ്, ഓപ്ഷൻ ബി മോറൽ റീസണിങ്, ഓപ്ഷൻ സി ലാംഗ്വേജ്, ഓപ്ഷൻ ഡി ഇമോഷൻസ്. കോൾബർഗിൻ്റെ തിയറി പറയുന്ന ഡെവലപ്മെൻറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മോറൽ റീസണിങ്. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരെന്താണ്? തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ആ തിയറിയെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. കോൾബർഗിൻ്റെ തിയറിയിൽ നമ്മൾ 6 സ്റ്റേജ് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. സ്റ്റേജ് 1 എന്താണ്? പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ്. സ്റ്റേജ് 2 എന്താണ്? റിവാർഡ് ആൻഡ് ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്. 3 ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ. സ്റ്റേജ് 4 ലോ ആൻഡ് ഓർഡർ. സ്റ്റേജ് 5 സോഷ്യൽ കോൺട്രാക്റ്റ്. സ്റ്റേജ് 6 യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. കുട്ടിയുടെ ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി വികസിച്ച് വരുന്ന സ്റ്റേജ് 6 സ്റ്റേജുകളാണ്. ഇപ്പോൾ കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ എന്താണ് അവൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ചിന്ത, അതുപോലെ തന്നെ വിമർശനാത്മകമായ ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാലഘട്ടമാണിത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇങ്ങനെ നമ്മുടെ കേറ്ററ്റ് എക്സാമിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് അഡോളസൻസ് ഡെവലപ്പ് ദ എബിലിറ്റി ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ്. Statement 2, according to Piaget, this ability appears in the formal operational stage.
അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ. എ എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓപ്ഷൻ ബി ബോത്ത് ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്. കറക്റ്റ് ഏതാണ്? ഉത്തരം ഏതാണ്? കറക്റ്റ് ഉത്തരം ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ? അഡോളസൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലേ? അതായത് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അഡോളസൻസ് പീരീഡാണ്. അതുപോലെ തന്നെ പിയാഷയുടെ അഭിപ്രായത്തിൽ എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൻ്റെ കാലം ആരംഭിക്കുന്നത് ഏത് പീരീഡാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. അതായത് അഡോളസൻസ് പീരീഡിൻ്റെ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്താ ആരംഭിക്കുന്നത്? അബ്സ്ട്രാക്ട് തിങ്കിങ് ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. പിയർ പ്രഷർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസസ് അഡോളസൻസ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന അഡോളസൻസ് പ്രിഫർ ഇൻഡിപെൻഡൻസ് ആൻഡ് പിയർ അക്സെപ്റ്റൻസ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ബോത്ത് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. ഓപ്ഷൻ ഡി ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന പിയർ പ്രഷർ അഡോളസൻസിൻ്റെ പീരീഡിൽ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഘടകമാണെന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന അഡോളസൻസ് പ്രിവർ ഇൻഡിപെൻഡൻസ് ആൻഡ് പിയർ അക്സെപ്റ്റൻസ്. അപ്പം അഡോളസൻസ് എപ്പോഴും എന്താണ് സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പിയർ അക്സെപ്റ്റൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഉത്തരം ഏതാണ്? വിചാരിച്ച പോലെ തന്നെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ഇത് രണ്ടും കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അഡോളസൻസ് പീരീഡിൽ പിയർ പ്രഷർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ അഡോളസൻസ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന എന്തിനൊക്കെയാണ്? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ പിയർ അക്സെപ്റ്റൻസിനും. അതായത് തൻ്റെ കൂട്ടുകാരുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? ലാസ്റ്റ് ക്വസ്റ്റിനും ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്. അഡോളസൻസ് എന്ന് പറയുന്നത് റാപ്പിഡായിട്ടുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്തിൻ്റെ കാലഘട്ടമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 അഡോളസൻസ് എക്സ്പീരിയൻസസ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി. അഡോളസൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ബി ബോത്ത് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ഓൺലി. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ഓൺലി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പം എക്സാമിന് ഇതുപോലെ എല്ലാം ഉത്തരം എപ്പോഴും കറക്റ്റാണെന്ന് വരികയില്ല. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സൊക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻ വായിച്ചിട്ട് ഉത്തരം എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. എൻ്റെ ക്ലാസ് വീണ്ടും നിങ്ങൾ കാണണം. ഞാൻ അടുത്ത ലേണിംഗ് തിയറീസിൻ്റെ പ്രത്യേകിച്ചുള്ള ക്ലാസ്സുകളാണ് ഇനി അടുത്ത നമ്മളിടാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള മോക്ക് ടെസ്റ്റൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.